എനിക്കിപ്പോൾ എനിക്കെന്നെ ബോധ്യമുണ്ട് വെച്ചാൽ വേഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നിനും കൊള്ളരുത്തവനാണ്. അല്ല പച്ചയുടെ സൗന്ദര്യം എന്ന് പറയാൻ വയ്യ. ആ വാക്ക് നമ്മൾക്ക് പറ്റിയതല്ല അത്. ഈ സൗന്ദര്യം എന്നുള്ളതേ പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്താ എനിക്ക് ആരെങ്കിലും ചീത്ത വന്നാൽ ഞാൻ കരഞ്ഞു തുടങ്ങും. പണ്ട് കുടമൂർ ജനാരനാരാശന്റെ ദമയന്തി കണ്ട് പ്രേമിച്ചൊരു സായിപ്പ് പ്രണയലേഖനം ആശാന്റെ നടൻ കണ്ട് പ്രേമിച്ച ഒട്ടേറെ ഭംഗിമാർ തീർച്ചയായും കാണും. ആരെങ്കിലും പ്രണയാഭ്യത നടത്തിയിട്ടുണ്ടോ? അല്ല, വേറൊരു കാര്യമുള്ളത് എനിക്ക് തോന്നില്ല. വേഷം അഴിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ തോന്നില്ല. സത്യം പറഞ്ഞു ഞാനൊക്കെ ചെറിയ അസൂയ തോന്നുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞു. അല്ല, അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതിനെ പറയാം. അല്ല, ഉണ്ടായിട്ടില്ല, ഇതിന് പ്രേമാഭ്യർത്ഥന ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കൃഷ്ണൻ്റെ കൂടെ ഗോപികമാർ കിടന്ന് കളിക്കുമല്ലോ, അതേമാതിരി ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രേമമായിട്ടൊന്നും അല്ലാനും. അല്ല, എനിക്ക് തോന്നിയില്ല പറഞ്ഞെങ്കിൽ എനിക്കിപ്പോൾ എനിക്കെന്നെ ബോധ്യമുണ്ട് വെച്ചാൽ വേഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നിനും കൊള്ളരുത്തവനാണ്. അപ്പോൾ പക്ഷെ എന്നാലും അതിൻ്റെ സ്നേഹപ്രകടനമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇല്ല എൻ്റെ ഭക്ഷണത്തിലോ ആഹാരത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ പലതും ചിലത് കഴിക്കും. അതായത് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കും. അതന്നെ. വൈകുന്നേരം പിന്നെ ഓട്സാണ് കഴിക്കുന്നത്. അത് കുട്ടിക്കാലം മുതൽക്കില്ല. ഒരു വസ്തുവില്ല കുട്ടിക്കാലം മുതൽക്ക്. പച്ച മനുഷ്യനാണ്. അല്ല, പച്ചയുടെ സൗന്ദര്യം എന്ന് പറയാൻ വയ്യ. ആ വാക്ക് നമ്മൾക്ക് പറ്റിയതല്ല അത്. ഈ സൗന്ദര്യം എന്നുള്ളതേ പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്താ എനിക്ക് ആരെങ്കിലും ചീത്ത വന്നാൽ ഞാൻ കരഞ്ഞു തുടങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അത് വേഷത്തിൽ ശരിയായിരിക്കും. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് എപ്പോഴും പറയാനുള്ളത്. എന്താ വെച്ചാൽ പച്ച വേഷം കെട്ടിക്കഴിഞ്ഞാലേ ആ രണ്ടാമത് പറഞ്ഞ വാക്കില്ലാണ്ടേവാണേ. വേഷം എന്തൊക്കെ തുറത്തി കഴിഞ്ഞാൽ കഥകളിയുടെ ലോകമെമ്പാടും കഥകളിയുടെ ഒരു മുഖമായിട്ട് ആശാൻ മാറി. അതൊക്കെ മഹാഭാഗ്യം നോക്കി പറയാൻ വയ്ക്കും. അല്ലാണ്ട് അപ്പോൾ അതിലൊന്നും എനിക്ക് വേറൊന്നും പറയാനില്ല. എന്താ കാരണം വെച്ചെങ്കിൽ ഞാൻ അങ്ങനെ ആയി തീർന്നുല്ലോ എന്നുള്ളത് വിചാരിക്കുമ്പോൾ ഞാൻ സ്വതവേ ഒന്നാമത് ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. രണ്ടാമത് പിന്നെ ഗുരുനാഥന്മാരെ അങ്ങേറ്റവും ദൈവങ്ങളായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഗുരുത്വവും ദൈവാധീനവും നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ ഞാൻ. അതുതന്നെയായിരിക്കണം അങ്ങനെയൊക്കെ വരാൻ കാരണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ അക്കാര്യത്തിൽ പറയാനുള്ളൂ. അല്ലാണ്ടപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എൻ്റെ കുട്ടിക്കാലമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും പ്രാപ്തിയൊന്നും വരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ സന്തോഷിക്കാനുള്ള ഒരു ശ്രമം അയച്ചാൽ ഭാഗ്യം കിട്ടുന്നതെന്നും നമുക്ക് വിചാരില്ല. കുട്ടിക്കാലം മുതൽക്ക് വിചാരം തന്നെ ഇല്ല. അപ്പോൾ അതൊക്കെ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ അതെൻ്റെ കഴിവെന്നോ കഴിവെന്നും പറയാൻ വയ്യ. എന്തായാലും ആ കഴിവുണ്ടാക്കി തന്നുള്ളത് ഗുരുനാഥന്മാരും ഗുരുവായൂരപ്പൻ്റെയും കടാക്ഷം കൊണ്ട് മാത്രമേ ഉള്ളൂ.